നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിലെ 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ബ്രാഞ്ച് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സും നോക്കാം. അപ്പോൾ നോക്കിയേ, ആദ്യം തന്നെ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് പേരിൽ തന്നെയുണ്ട്. ഇവിടെ ഹെഡ് ഓഫീസിനെ ആശ്രയിക്കാത്ത, അതായത് സ്വന്തമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ഓഫീസിന്റെ ഓണർഷിപ്പിലാണ് ഈ ബ്രാഞ്ചസ് എന്നുള്ളത് ഒഴിച്ച്, അതുപോലെ തന്നെ ഈ ബ്രാഞ്ചസിന്റെ പ്രോഫിറ്റ് എല്ലാം ഹെഡ് ഓഫീസിന് പോകുന്നുള്ളത് ഒഴിച്ച് ബാക്കി ഇവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഹെഡ് ഓഫീസിൽ നിന്ന് അയക്കുന്ന ഗുഡ്സ് തന്നെ ഇവർ കൊടുക്കണം ഒന്നുമില്ല. ഇവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഗുഡ്സ് വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള ബ്രാഞ്ചസിനെയാണ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നു? സെറ്റ് ഓഫ് ബുക്സ് സെപ്പറേറ്റ് ആയിട്ട് അവരൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർ അവരുടെ ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം ഇവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ ബ്രാഞ്ചസ് ഹെഡ് ഓഫീസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഹെഡ് ഓഫീസുമായിട്ടുള്ള ട്രാൻസാക്ഷൻസുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. കൂടാതെ ഇവർക്കും ഇവരുടെ സ്വന്തമായിട്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ഈ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് പ്രിപ്പയർ ചെയ്യുന്ന ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹെഡ് ഓഫീസിന് എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഏത്? ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ഓരോരോ എൻട്രീസ് നോക്കാം. നോക്കിയേ, ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്. ഓൺ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് കിട്ടുമ്പം ഇവർ എഴുതുന്ന എൻട്രി ഇങ്ങനെയാണ്: ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ ഇത്രയും നാളും പഠിച്ചത് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ്. ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യില്ല. ഹെഡ് ഓഫീസ് ആണ് ഇവരുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ എല്ലാം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ബ്രാഞ്ചസ് അവർക്ക് സ്വന്തമായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. മറ്റേടുത്ത് ബ്രാഞ്ചസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഈ ബ്രാഞ്ചസ് ബുക്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഹെഡ് ഓഫീസിൽ നിന്നും ഗുഡ്സ് വന്നാൽ അവർ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കുന്നത്, ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. എപ്പോഴും നമ്മൾ ഓർക്കുക, ഒരിക്കലും ബ്രാഞ്ച് അവരുടെ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യില്ല, ഹെഡ് ഓഫീസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മറ്റേടുത്ത് ഹെഡ് ഓഫീസ് എന്താണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്? ബ്രാഞ്ച് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒന്നാമത്തെ ട്രാൻസാക്ഷൻ അതാണ്. രണ്ടാമത്തെ നോക്കിയേ, ക്യാഷോ ചെക്കോ വല്ലതും ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. കാരണം ഇവർക്ക് കിട്ടുകയല്ലേ, അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് എന്ന് വരും. ഇനി ഫോർ ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്. ഇവർ ഗുഡ്സ് ഹെഡ് ഓഫീസിലോട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിലോ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ് എന്ന് വരും. ഇനി ഇവർ ക്യാഷോ ചെക്കോ, കാരണം ഇവരുടെ സെയിൽസിന്റെ എമൗണ്ട് ഒക്കെ ഹെഡ് ഓഫീസിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ എൻട്രി എന്താണ്? ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് വരും. ഇനി ഫോർ പേയ്മെന്റ് മെയ്ഡ് ബൈ ബ്രാഞ്ച് ഫോർ ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന് വേണ്ടി ബ്രാഞ്ച് വല്ല പേയ്മെന്റ് നടത്തുവാണെങ്കിലും ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് വരും. ഇനി ബ്രാഞ്ചിൽ നിന്നും എന്തെങ്കിലും റെസിപ്റ്റോ ബ്രാഞ്ചിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് വല്ലതും ഹെഡ് ഓഫീസിന് കിട്ടുകയാണെങ്കിലോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് എന്നും വരും. ഓക്കെ, സിമിലർലി ഇതുപോലെ തന്നെ ഇപ്പൊ ഈ ബ്രാഞ്ച് ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഹെഡ് ഓഫീസ് എന്തും പ്രിപ്പയർ ചെയ്യും? ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ദിസ് അക്കൗണ്ട് വിൽ ഹാവ് ദ സെയിം എൻട്രീസ് ദാറ്റ് അപ്പിയർ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ ദ ബ്രാഞ്ച് ബുക്ക് ബട്ട് റിവേഴ്സ് സൈഡ്. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഗുഡ്സ് കിട്ടി അല്ലെ, ഹെഡ് ഓഫീസിന് ഗുഡ്സ് കിട്ടുമ്പോൾ എന്താണ്? ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് അക്കൗണ്ട് അറ്റ് ഹെഡ് ഓഫീസ് എന്ന് നമ്മൾ എഴുതുവാണെങ്കിൽ ഈ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് വരും. Therefore, if branch account in the head office book has debit balance, the head office account in the branch book will have a credit balance with the same amount. അപ്പൊ ഇവിടെ നമ്മൾ ഹെഡ് ഓഫീസിന് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ക്രെഡിറ്റിൽ കാണിക്കുകയാണെങ്കിൽ അവിടെ വരുമ്പോൾ എന്താവും? ഡെബിറ്റ് ആയി പോകും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിനെ സംബന്ധിച്ച് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് വരാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരും. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഫിക്സഡ് അസറ്റ് വാങ്ങുന്ന കാര്യമാണ്. അപ്പൊ ഈ ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ എൻ്റെ പേയ്മെന്റ് ബ്രാഞ്ച് ആണ് കൊടുക്കുന്നതെങ്കിൽ ഹെഡ് ഓഫീസിന്റെ ബുക്കിലും എൻട്രി വരും, ബ്രാഞ്ചിന്റെ ബുക്കിലും എൻട്രി വരും. ഓക്കെ, അപ്പൊ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ എൻട്രി ഇങ്ങനെയാണ്: ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്ന് വരും.
ഇനി ബ്രാഞ്ചിനെ സംബന്ധിച്ച് അവർ പറയുന്ന ക്യാഷ് പോകുന്നതുകൊണ്ട് എൻട്രി എങ്ങനെ വരും? ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. കാരണം ഈ ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയാലും ഈ പൈസ ഇനി ആര് തരണം? ഹെഡ് ഓഫീസ് തരണം. ഓക്കെ, അപ്പം ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ ബ്രാഞ്ച് പൈസ കൊടുത്താൽ ഈ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ എങ്ങനെ വരും? ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്ന് വരും. ബ്രാഞ്ചിന്റെ അക്കൗണ്ടിൽ എങ്ങനെ വരും? ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നും വരും. ഇനി ഈ അസറ്റ് വാങ്ങാനുള്ള പൈസ ഹെഡ് ഓഫീസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ മാത്രമേ എൻട്രി വരൂ, ബ്രാഞ്ചിന്റെ ബുക്കിൽ വരില്ല. കാരണം ബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എൻട്രി എങ്ങനെയാണ്? ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ മാത്രം എൻട്രി വരും. ഓക്കെ, ഇനി ഈ അസറ്റിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ വരുന്ന എൻട്രി എങ്ങനെയാണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അസറ്റ് എന്ന് വരും. നമ്മൾ ഇതാണ് ഈ അസറ്റ് വാങ്ങുമ്പോൾ എൻട്രി ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അല്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് എൻട്രി ആയിരിക്കും ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ വരുന്നത്. ഇനി ബ്രാഞ്ചിന്റെ ബുക്കിൽ എൻട്രി എങ്ങനെയാണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് എന്നും വരും. ഇനി എക്സ്പെൻസ് ആണ്, ഹെഡ് ഓഫീസ് എക്സ്പെൻസ് ആണ്. അവിടെയും ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ വരുന്ന എങ്ങനെയാണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്നോ വരും. എൻട്രി എങ്ങനെയാണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിലോ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്നോ വരും. നമ്മുടെ ബ്രാഞ്ചിന്റെ ബുക്കിൽ വരുന്ന എങ്ങനെയാണ്? ഹെഡ് ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് എന്നും വരും. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ഐറ്റംസ് ആണ്. എന്താണ് ട്രാൻസിറ്റ് ഐറ്റംസ് നോക്കാം. ദി എമൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ദ ബ്രാഞ്ച് ആൻഡ് ദ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ദ ഹെഡ് ഓഫീസ് ഷുഡ് ബി നോർമലി ബി ദ സെയിം. നമുക്കറിയാം ഇവിടെ ഹെഡ് ഓഫീസ് എന്ത് പ്രിപ്പയർ ചെയ്യും? ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ബ്രാഞ്ച് എന്ത് പ്രിപ്പയർ ചെയ്യും? ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇപ്പം ഈ രണ്ട് അക്കൗണ്ടിന്റെയും ബാലൻസിങ്, അതായത് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ബട്ട് വൺ വിൽ ബി ഈസ് ഡെബിറ്റ് ആൻഡ് അതർ വിൽ ബി ദ ക്രെഡിറ്റ്. നമുക്കറിയാം ഒരാളെ സംബന്ധിച്ച് കിട്ടാനുള്ളതും മറ്റൊരാളെ സംബന്ധിച്ച് കൊടുക്കാനുള്ളതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ബാലൻസ് എമൗണ്ട് ഡെബിറ്റും ഒരാളുടെ ബാലൻസ് എമൗണ്ട് ക്രെഡിറ്റും ആയിരിക്കും. പക്ഷേ രണ്ടും സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും. നമ്മൾ കൺസൈനറും കൺസൈനി അക്കൗണ്ടും വരയ്ക്കുമ്പോൾ അതുപോലല്ലേ, രണ്ടുപേർക്കും കിട്ടുന്ന ബാലൻസ് സെയിം ആയിരിക്കും. ഒരാൾക്ക് ഡെബിറ്റിലും ഒരാൾക്ക് ക്രെഡിറ്റിലും വരുമെന്ന് മാത്രമേ ഉള്ളൂ. But these account usually show some difference in their balance due to transit items. എന്നാൽ ഈ ട്രാൻസിറ്റ് ഐറ്റംസ് വന്നാൽ ഈ ബാലൻസിനകത്ത് എന്ത് വരും? ഡിഫറൻസ് വരും. അതെന്താന്ന് നോക്കാം. ട്രാൻസിറ്റ് ഐറ്റം ഈസ് വൺ വിച്ച് ഹാസ് ബീൻ സെൻഡ് ബൈ വൺ പാർട്ടി ബട്ട് നോട്ട് റിസീവ്ഡ് ബൈ ദ അതർ പാർട്ടി ബിഫോർ ദ ക്ലോസിംഗ് ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഈ ട്രാൻസിറ്റ് ഐറ്റം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഹെഡ് ഓഫീസ് അങ്ങോട്ട് ഗുഡ്സ് അയച്ചു, പക്ഷെ അത് അയക്കുമ്പോൾ ഇവരത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തും. പക്ഷെ ഇത് എവിടെ ചെന്നിട്ടില്ല, ബ്രാഞ്ചിൽ ചെന്നിട്ടില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവരെന്ത് ചെയ്തില്ല? രേഖപ്പെടുത്തത്തില്ല. അപ്പൊ ഈ ബുക്സ് ക്ലോസ് ചെയ്യുന്നതിന്റെ ആ സമയം വരെയും ഇത് ബ്രാഞ്ചിൽ എത്തിയില്ലെങ്കിൽ അവരിത് രേഖപ്പെടുത്തത്തുമില്ല. അപ്പൊ ഹെഡ് ഓഫീസിന്റെയും ബ്രാഞ്ചിന്റെയും ആ ബാലൻസിൽ എന്ത് വരും? ഡിഫറൻസ് വരും. Okay, it means that the entry of for the item appear only in the books of parties sending it but not in the book of other. അപ്പോൾ ആരാണോ അയക്കുന്നത് അയാളുടെ ബുക്കിൽ മാത്രം എൻട്രി വരും, മറ്റേയാളുടെ ബുക്കിലോട്ട് വരുത്തില്ല. ട്രാൻസിറ്റ് ഐറ്റംസ് മേ എയ്തർ ബി, ഈ ട്രാൻസിറ്റ് ഐറ്റം നമ്മൾ ചിലപ്പോൾ ക്യാഷ് ആവാം, ഗുഡ്സ് ആവാം. ഫോർ എക്സാമ്പിൾ ബ്രാഞ്ചസ് ഈ ഗുഡ്സ് ഒക്കെ വിറ്റിട്ട് ആ പൈസ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസിൽ അയക്കും. അപ്പം ഈ ക്യാഷ് അയക്കുമ്പോഴേ ബ്രാഞ്ച് അത് രേഖപ്പെടുത്തും. ഈ ക്യാഷ് ചിലപ്പോൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്തും ഈ ഹെഡ് ഓഫീസിൽ എത്തിയിട്ടില്ലെങ്കിൽ അവർ ഇതൊട്ട് എന്ത് ചെയ്യത്തില്ല? എൻട്രി ചെയ്യില്ല. അപ്പം ഇവരുടെ ഡിഫറൻസ് ബാലൻസ് ഡിഫറൻസ് വരും. ഇനി അതേപോലെ തന്നെ ഹെഡ് ഓഫീസ് ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് അയച്ചു, അപ്പോൾ അയക്കുമ്പോഴേ അവരിവിടെ രേഖപ്പെടുത്തും, ഹെഡ് ഓഫീസിൽ രേഖപ്പെടുത്തും. പക്ഷേ ഈ ഗുഡ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊന്നും ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല? ഇത് രേഖപ്പെടുത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരും. ഈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസിറ്റും ആണ് മെയിനായിട്ട് ഉള്ള രണ്ട് ട്രാൻസിറ്റ് ഐറ്റംസ്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവരുടെ ബാലൻസ്, ഈ ഒരു രണ്ടുപേരുടെ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് അത് ഡിഫറൻസ് വരും. അപ്പോൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ക്യാഷ് ഓർ ചെക്ക് സെൻഡ് ബൈ ദ ഹെഡ് ഓഫീസ് ടു ദ ബ്രാഞ്ച് ബട്ട് നോട്ട് റിസീവ്ഡ് ബൈ ദ ബ്രാഞ്ച് ബിഫോർ ദ എൻഡ് ഓഫ് ക്ലോസിംഗ് പീരീഡ് ആൻഡ് ദാറ്റ് സെൻഡ് ബൈ ദ ബ്രാഞ്ച് ടു ദ ഹെഡ് ഓഫീസ് ബട്ട് നോട്ട് റിസീവ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് മെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബ്രാഞ്ചിന് ക്യാഷ് അയച്ചു കൊടുക്കും. അതേപോലെ ബ്രാഞ്ച് ഡെയിലി കളക്ഷൻസ് ഒക്കെ ആർക്കും അയച്ചു കൊടുക്കും? ഹെഡ് ഓഫീസിലും അയച്ചു കൊടുക്കും. അപ്പം ഇങ്ങനെ അയക്കുന്ന സമയത്ത് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെഡ് ഓഫീസ് ക്യാഷ് ബ്രാഞ്ചിന് അയക്കുമ്പോഴേ ഹെഡ് ഓഫീസ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് രേഖപ്പെടുത്തും. ഈ ക്യാഷ് ഈ ബ്രാഞ്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്തും അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യില്ല.
തിരിച്ചതേപോലെ ബ്രാഞ്ച് ഈ എമൗണ്ട് ഡെയിലി കളക്ഷൻസ് അയക്കുമ്പോൾ അവർ അയക്കുമ്പോഴേ അത് രേഖപ്പെടുത്തും. പക്ഷേ ഇത് ഹെഡ് ഓഫീസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്തൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അവരും ഇത് രേഖപ്പെടുത്തില്ല. Okay. The balance shown by the branch account in the head office book and the head office account in the branch book will differ as the same this item. On the date of closing of the accounts, the cash in transit has to be brought into books. Adjusting entries have to be passed by the party who originally send the item. If the item sent by the head office in transit, the entry will be. ഇപ്പൊ നോക്കിയേ, അപ്പൊ ഇങ്ങനെ ഒരു ബാലൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ബാലൻസ് എന്താണെന്ന് നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു ഇപ്പം നമ്മൾ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിൽ ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ അതിന്റെ റീസൺ കാണിക്കണമല്ലോ. അതേപോലെ ഇവിടെ 2 അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ നമ്മൾ അത് കാണിച്ചേ പറ്റുള്ളൂ എന്തുകൊണ്ടാണ്. അപ്പൊ അതിനുള്ളൊരു അഡ്ജസ്റ്റിംഗ് എൻട്രി നമ്മൾ എഴുതിയേ പറ്റുള്ളൂ. അപ്പൊ നോക്കിയേ, അപ്പൊ ഹെഡ് ഓഫീസിനാണ് ഇങ്ങനത്തെ സംഭവം വരുന്നതെങ്കിൽ ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നതെങ്കിൽ ഓഫീസ് അങ്ങോട്ട് ക്യാഷ് അയച്ചു, അവരിത് എൻ്റർ ചെയ്തു, പക്ഷെ ബ്രാഞ്ചിൽ എത്തിയിട്ടില്ല, ബ്രാഞ്ചിന്റെ ബുക്സിൽ അവർ എൻട്രി വന്നില്ല. അഡ്ജസ്റ്റിംഗ് എൻട്രി ഇങ്ങനെയാണ്: ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. ഇനി ബ്രാഞ്ച് ആണ് ക്യാഷ് ഹെഡ് ഓഫീസിലോട്ട് അയച്ചത്, അപ്പം അവിടെ എന്ത് ചെയ്തില്ല, ഹെഡ് ഓഫീസിൽ ക്യാഷ് വന്നിട്ടില്ല. എഴുതുന്ന എൻട്രി എങ്ങനെ ആയിരിക്കും? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് എന്നും വരും. അപ്പോൾ നോക്കിയേ, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് നോക്കിയേ, ഇറ്റ് റെപ്രസെന്റ് ഗുഡ്സ് സെൻഡ് ബൈ ദ ഹെഡ് ഓഫീസ് ടു ദ ബ്രാഞ്ച് ഓർ ബൈ ദ ബ്രാഞ്ച് ടു ദ ഹെഡ് ഓഫീസ് ബട്ട് നോട്ട് റിസീവ്ഡ്. അപ്പോൾ ഹെഡ് ഓഫീസ് അയക്കുകയോ ബ്രാഞ്ച് അയക്കുകയോ ചെയ്യുകയാണ്. അപ്പോൾ ഇവർ അയക്കുന്ന സമയത്ത് പരസ്പരം അത് എത്തിയില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. Immediately on dispatching the goods, the party dispatching it to give entry in the books, but the entry for the same in the books of the other party will be pending as the item has been reached there before the closing date. ഇപ്പൊ ആരാണോ ഈ ഗുഡ്സ് അയക്കുന്നത് അപ്പോൾ തന്നെ അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്യും. പക്ഷേ ഇത് ക്ലോസിംഗ് ഡേറ്റിൽ എത്തിയില്ലെങ്കിൽ ആ കിട്ടേണ്ട ആൾ എന്ത് ചെയ്യത്തില്ല, ഇത് എൻ്റർ ചെയ്യില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ദീസ് ലീഡ്സ് ടു ഡിഫറൻസ്. ഇവിടെ ഡിഫറൻസ് ഉണ്ടാവും. ഏതൊക്കെ? ബ്രാഞ്ച് അക്കൗണ്ടും ഹെഡ് ഓഫീസ് ബുക്കിനും തമ്മിൽ ബാലൻസ് ഡിഫറൻസ് ഉണ്ടാവും. അഡ്ജസ്റ്റിംഗ് ദ റീകൺസിൽ ദ ഡിഫറൻസ് ഈസ് മെയ്ഡ് യൂഷ്വലി ഇൻ ദ ബുക്ക് ഓഫ് ദ പാർട്ടി വിച്ച് ഒറിജിനലി സെൻഡ്. അങ്ങനെ വരുമ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിന്റെ കേസസിൽ ഇപ്പം ഹെഡ് ഓഫീസ് അയച്ചു അല്ലെ, ഹെഡ് ഓഫീസ് അയക്കുമ്പോൾ എന്താണ് ഈ ഇതേപോലെ ഡിഫറൻസ് വരുന്നത് ഇങ്ങനെയാണ്: ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്ന് വരും. ഇനി ബ്രാഞ്ച് ആണ് ഗുഡ്സ് അയച്ചത്, പക്ഷേ ഹെഡ് ഓഫീസിൽ എത്തിയിട്ടില്ല. അതായത് ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ഈ ഒരു ഡിഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ എൻട്രി എങ്ങനെയാണ്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. ഓക്കെ, അപ്പൊ ക്യാഷ് ഇൻ ട്രാൻസിറ്റും ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും എളുപ്പമാണ്. അപ്പൊ ഇത്രയും മാത്രമാണ് ബ്രാഞ്ച് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രോബ്ലം കൂടെ ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ വ്യക്തമാവും. അപ്പൊ അത് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.